പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയുമായിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇതിനാദ്യമായിട്ട് ബട്ടർ മിൽക്കാണ് റെഡിയാക്കേണ്ടത്. ബട്ടർ മിൽക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുക. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം കളർ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ഡാർക്ക് റെഡ് കളറുള്ള കേക്കാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ചേർക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ കളർ ചേർക്കേണ്ടി വരും. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. അളവുകളെല്ലാം കറക്റ്റായിട്ട് എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കാൻ പോകുന്നത്. പിന്നെ റെഡ് വെൽവെറ്റ് കേക്കിലേക്ക് നമ്മൾ ചേർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൊക്കോ പൗഡറാണ്. അപ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1 ടീസ്പൂണോളം കൊക്കോ പൗഡറാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഡാർക്ക് കൊക്കോ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി വീണ്ടും കുറയ്ക്കണം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഈ പൊടികളെല്ലാം നല്ലവണ്ണം യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കേണ്ടതുണ്ട്. അരിച്ചെടുത്താൽ മാത്രമേ അതിനകത്ത് വല്ല കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി കിട്ടത്തുള്ളൂ. ഇത് യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇവിടെ ഞാൻ 3 തവണ അരിച്ചെടുക്കുന്നുണ്ട്. ഒരു തവണ അരിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ 3 പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലെ പൊടികളെല്ലാം കൂടി നല്ലവണ്ണം മിക്സായി കിട്ടും. അപ്പം അങ്ങനെ ചെയ്യുന്നതാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത്. ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലവണ്ണം അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാം. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ചെറിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഇത് അത്യാവശ്യം വലിയ മുട്ടയായതുകൊണ്ട് 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പം എപ്പോഴും ഈ കേക്ക് ഉണ്ടാക്കുമ്പം നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കേക്കിന് നല്ല മയം കിട്ടും. അപ്പം ഞാനിവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ള നല്ലപോലെ പതപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും. നമ്മൾ വിസ്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ പതപ്പിച്ചെടുക്കുകയാണെങ്കിൽ കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഇത് നല്ലവണ്ണം പതപ്പിച്ചൊരു സോഫ്റ്റ് പീക്ക് പോലെ ആക്കിയതിന് ശേഷമാണ് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. അതുപോലെ പഞ്ചസാര നമുക്ക് പൊടിക്കാതെയും ചേർക്കാൻ കഴിയും. അങ്ങനെയും ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും പൊടിക്കുന്നതാണ് നല്ലത്. മുട്ടയുടെ വെള്ളയിലേക്ക് പഞ്ചസാര ആഡ് ചെയ്തിട്ട് നമ്മൾ നല്ലവണ്ണം ബീറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ആദ്യം അത് ഫ്ലഫി ആയിരുന്നത് നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷമാണ് അതിലേക്ക് മുട്ടയുടെ മഞ്ഞ ചേർക്കാൻ പോകുന്നത്. അതുപോലെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ മഞ്ഞയും വെള്ളയും കൂടെ ഒരുമിച്ച് ചേർത്താണെങ്കിലും ഉണ്ടാക്കാൻ പറ്റും.
സമയം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ചെയ്യുവാണ് നല്ലത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ മുട്ടയുടെ മഞ്ഞയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. അതും നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ മുട്ടയുടെ ഒരു സ്മെല്ല് നമുക്ക് കേക്കിൽ വരും. നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾ വിസ്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നല്ലവണ്ണം കുറച്ച് സമയം എടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയാണ് ഇതിലേക്ക് വെനില എസൻസ് ചേർക്കാൻ പോകുന്നത്. അത് ആദ്യമേ ചേർക്കേണ്ട കാര്യമില്ല, മഞ്ഞയും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തതിന് ശേഷം മാത്രം അതിലേക്ക് ഒരു 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതിന് ശേഷം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അതും കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർക്കാൻ പോകുന്നത്. ഈ ഓയിൽ ചേർക്കുമ്പോഴാണ് നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഇവിടെ ഞാൻ 1/3 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പം ഇത് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഞാൻ സ്പീഡ് വീഡിയോയ്ക്ക് കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് വളരെ സ്പീഡായിട്ട് തോന്നും, പക്ഷെ അങ്ങനെയല്ല ചെയ്യേണ്ടത്. വളരെ സ്ലോയിൽ നമ്മൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് കട്ടയായിട്ട് മാറും. അത് അവസാനം കേക്ക് ഉണ്ടാക്കുന്ന സമയത്തും ആ ഭാഗത്ത് കറക്റ്റായിട്ട് വേഗാതെയും വരും. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്തതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ഇട്ടതിന് ശേഷം അത് നല്ലവണ്ണം മിക്സായി വന്നിട്ടില്ല, അല്പം കട്ടയൊക്കെ വന്നു എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ നമ്മൾ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്ലോ സ്പീഡിൽ ഒറ്റ തവണ ഇത് പെട്ടെന്നൊന്ന് കറക്കിയെടുത്താൽ മതിയാവും. ഒരുപാട് നേരം ആകുവാണെങ്കിൽ അത് നമ്മുടെ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് കുഴിഞ്ഞു പോകാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ കേക്ക് വേകുന്ന സമയത്തും അതിൻ്റേതായ പോരായ്മകളൊക്കെ വരും. അപ്പം അങ്ങനെ ചെയ്യുവാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യണം, സ്ലോ സ്പീഡിൽ വേണം ഇട്ടിരിക്കാൻ. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അത് കുറച്ചും കൂടി ഒരു ലൂസ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിൽ കൂടുതൽ ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ 1/3 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ടല്ലോ. അപ്പം അധികം കട്ടിയായിട്ട് കിട്ടത്തില്ല. അഥവാ കട്ടി കൂടി പോകുകയാണെങ്കിൽ മാത്രം മിൽക്ക് ചേർത്താൽ മതിയാവും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ നമ്മുടെ ബേക്കിംഗ് പാനിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് റെഡിയാക്കി ഒഴിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് നമ്മൾ പ്രീഹീറ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ ഓവനല്ല ഉപയോഗിച്ചിരിക്കുന്നത്, ഞാനിവിടെ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിത് റെഡിയാക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബാറ്റർ റെഡിയാക്കിയ ശേഷം അതിനകത്ത് എയർ ബബിൾ പോകാൻ വേണ്ടിയിട്ട് 2-3 തവണ ഒന്ന് തട്ടി കൊടുക്കുക. നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിലാണ് കേക്ക് കറക്റ്റായിട്ട് അത് കിട്ടത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രം വെച്ച് കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണെങ്കിലും എപ്പോഴും അതിൻ്റെ മേലെ ഒരു വെയിറ്റ് വയ്ക്കുകയാണെങ്കിൽ ആ ടെമ്പറേച്ചർ അതിനകത്ത് തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 45 മിനിറ്റോളം കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുറച്ചും കൂടെ ടൈം ആ സമയത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ കേക്ക് വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെക്കുക. എനിക്കിവിടെ ഓൾമോസ്റ്റ് ഒരു 50 മിനിറ്റ് എടുത്തു കേക്ക് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഓരോരുത്തരുടെയും സ്റ്റൗവിൻ്റെ ബർണർ വ്യത്യാസം ഉണ്ടാക്കും. അതനുസരിച്ച് നമ്മൾ സിം ടു മീഡിയം അനുസരിച്ച് വേണം നമ്മൾ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ കേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്.
അപ്പം ഇതിലേക്ക് കുറച്ച് മധുരം ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് ഐസിങ് ഷുഗർ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മളിവിടെ ഷുഗർ സിറപ്പാണ് ആഡ് ചെയ്യുന്നത്. അതല്ലാതെ മിൽക്ക് ആഡ് ചെയ്യുന്നതും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഷുഗർ സിറപ്പാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ഐസിങ് ഷുഗറാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വനില എസൻസും ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ ലിക്വിഡ് ഫോമിലുള്ള വനില എസൻസ് ആണ് ചേർക്കുന്നത്. അതുപോലെ വനില പൗഡർ കിട്ടും, അതും അവൈലബിൾ ആണ്. അത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അതുപോലെ വിപ്പിംഗ് ക്രീം നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് എപ്പോഴും ലോ സ്പീഡിൽ നിന്ന് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട്. ലോ സ്പീഡിൽ നിന്ന് തുടങ്ങിയിട്ട് ഹൈ സ്പീഡിലേക്കാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടിയാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ തന്നെ ആ ബൗളും വിസ്കും നല്ലവണ്ണം തണുപ്പിച്ചെടുക്കുകയും വേണം. ഒരു 5 to 6 മിനിറ്റിനിടയ്ക്ക് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പായി കിട്ടുന്നതാണ്. നമ്മുടെ വിപ്പിംഗ് ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് കേക്ക് ബോർഡിലേക്ക് അല്പം വിപ്പിംഗ് ക്രീം എടുത്ത് വയ്ക്കുക. അതെന്തിനാണ് വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കേക്ക് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതവിടെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കേക്ക് 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ ലെയറിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം കുറച്ച് കട്ടിയായിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും. അപ്പം ഇതിലെ ഡിസൈൻസൊക്കെ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അത് റെഡിയാക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിവിടെ കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം അതിൻ്റെ ലെയർ ഒന്ന് കറക്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് പെട്ടെന്നൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് കേക്ക് ഓരോ ലെയർ വെക്കുക, അതിന് മേലെ വിപ്പിംഗ് ക്രീം വെക്കുക, അങ്ങനെ ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ക്രം കോട്ടിംഗ് കൊടുത്തതിന് ശേഷം ഔട്ടർ ലെയർ ഒരു ലെയറും കൂടെ വിപ്പിംഗ് ക്രീം നമ്മൾ റെഡിയാക്കണം. എങ്കിൽ മാത്രമേ ആ കേക്കിന് നല്ലൊരു ഫിനിഷിങ് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ക്രം കോട്ടിംഗ് കൊടുത്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിനകത്ത് വെച്ചതിന് ശേഷം എടുത്തിട്ട് വേണം ഔട്ടർ ലെയർ വിപ്പിംഗ് ക്രീം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ അവസാന ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 1 അവർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം തണുപ്പിച്ചെടുക്കുക. എന്നാൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കേക്കിൻ്റെ പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാനിവിടെ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ കുക്കീസൊക്കെ ഉണ്ടാക്കുന്ന കട്ടർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം അത് സെൻറ്ററിൽ വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ കേക്കിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് അതൊരു സ്പൂൺ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ആ കട്ടർ നമ്മൾ എടുക്കുന്ന സമയത്തേക്ക് അതിൻ്റെ ഷേപ്പെല്ലാം പോയി എല്ലാം സ്പ്രെഡ് ചെയ്ത് പോകും. ഇനി അതിന് ശേഷം നമ്മൾ കേക്കിൻ്റെ പൊടി സൈഡിലെല്ലാം ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്യുന്നത് അതിനനുസരിച്ച് ചെയ്താൽ മതിയാവും. കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ഡിസൈൻ നന്നായിട്ട് വരണമെങ്കിൽ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്തും അതുപോലെ ഡിസൈൻ ചെയ്യുന്ന സമയത്തും നല്ല സമയം എടുത്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ല സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിലായതുകൊണ്ട് കട്ട് ചെയ്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സമയത്തിലുള്ള നിന്നത്. ശരിക്കും പറഞ്ഞാൽ ഡിസൈനും അതുപോലെ തന്നെ ഫ്രോസ്റ്റിംഗും ഒക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ മുകളിൽ ചെറിയൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയൊരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഡിസൈനും ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം അതും ഇതും ഏകദേശം ഓൾമോസ്റ്റ് തന്നെയാണ്. പക്ഷേ ആ സെൻറ്ററിൽ കൊടുത്തിരിക്കുന്ന ഷേപ്പിൻ അത് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡിസൈനും വ്യത്യസ്തമാണ്. എല്ലാവരും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കുക, സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കുക. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പം നമുക്ക് ഈസി ആയിട്ടുണ്ടാകും. അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം.